എപ്പോഴും ഒരേ രീതിയിൽ പാസ്ത ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും മടുത്തു പോകും. കാരണം പാസ്തക്ക് പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഒന്നുമില്ല. നമ്മൾ എന്താണോ ചേർക്കുന്നത് അതാണ് പാസ്തയുടെ ഫ്ലേവർ. അപ്പോൾ ഒരേ രീതിയിൽ തയ്യാറാക്കാതെ ഇടയ്ക്കൊക്കെ ഒരു ഫ്ലേവർ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാസ്ത വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പാസ്ത തമ്മിൽ ഒട്ടി പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാസ്തയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാസ്തയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ പാസ്ത ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൽ നിന്നൊരു 1/4 കപ്പ് വെള്ളം അവിടെ മാറ്റി വെക്കാം. അത് നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയുള്ള വെള്ളം നമുക്ക് കളയാം. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് പാസ്ത ഒന്ന് ഊറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതി. ഇതുപോലെയൊക്കെയുള്ള നല്ല നീരുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതി. അല്ലെങ്കിൽ നമുക്ക് 3 തക്കാളി വരെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തക്കാളിയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ അതുകൊണ്ട് 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4-5 ഇതുപോലെയുള്ള വെളുത്തുള്ളി അല്ലി, ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 4 മതി കേട്ടോ. അപ്പോൾ ഇതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ചേർത്ത് കൊടുക്കേണ്ട. ഇതിപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മുളക് പൊടിയും കൂടെ ഒന്ന് ഈ തക്കാളിയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ചൂടാറാന്നതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരണം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് ഓയിലൊക്കെ ഒന്ന് ചൂടായി മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഒറിഗാനോയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഒരു റെഡ് സോസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവർ നോക്കിയിട്ട് ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ സോസിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ആ ഒരു മാറ്റി വെച്ചിട്ടുള്ള പാസ്ത വേവിച്ചിട്ടുള്ള 1/4 കപ്പ് വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാസ്ത റെഡിയായി. റെഡ് സോസ് പാസ്തയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചീസ് ഇല്ലാതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്